നമസ്കാരം. അണ്ടർ കവർ റിപ്പോർട്ടർ. ഇനി സത്യം സത്യമായി തന്നെ ജനങ്ങളിലേക്ക്. ഇനി മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൊളിച്ചെടുക്കാം. കഴിഞ്ഞ ദിവസം സംവിധായകൻ ഒമർ ലുലുവിനെ പറ്റിയുള്ള അപവാദങ്ങൾ നമ്മൾ കേട്ടു. ഒരുപക്ഷെ കഴിഞ്ഞ അനേക വർഷങ്ങളിൽ ഇതുപോലുള്ള അനേക വാർത്തകൾ വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും വാർത്തകൾ വരും, അത് ഒരാഴ്ച നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യും, അത് കഴിഞ്ഞ് മാധ്യമങ്ങൾ അവർ ചവിട്ടുകൊട്ടയും തളയുന്നു. ഇനിയും നമുക്ക് അങ്ങനെ തളയേണ്ട ആവശ്യമില്ല. ഇനിയും ഇതുപോലുള്ള പീഡന വീരന്മാരെ നമുക്ക് എങ്ങനെ പുറത്തു കൊണ്ടുവരാം, അതിനുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ അണ്ടർ കവർ റിപ്പോർട്ടർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഈ സിനിമാ ഫീൽഡിലേക്ക് വരുന്ന എല്ലാ യുവതികളും യുവാക്കളോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ യുവതികളോട്, ഈ സംവിധായകൻ എന്ന് പറയുന്ന യുവന്മാർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് പോലുള്ള കാര്യങ്ങൾ വെറുതെ കണ്ണുമടച്ച് അവന്മാരുടെ എല്ലാ ഇംഗിതങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പം ടെക്നോളജി അതിവിപുലമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവന്മാർ പറയുന്ന സംഭാഷണങ്ങൾ, ഇവരുടെ റെക്കോർഡിങ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ചെറിയ ഒരു വളരെ കണ്ണിൽ തടയ്ക്കാവുന്ന ചെറിയ പെൻ ക്യാമറകൾ അല്ലെ അതുപോലുള്ള ഡിവൈസുകൾ ഉപയോഗിച്ച് ഇവന്മാർ വിളിക്കുന്നത്, ഇവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യുക. ഇങ്ങനെ 10 യുവതികൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സമൂഹത്തിലേക്ക് പുറത്തെറിഞ്ഞു കൊടുക്കാം. സമൂഹം ഇവന്മാരെ കൈകാര്യം ചെയ്യട്ടെ. ഇവരുടെ യഥാർത്ഥ മനസ്സ് അവർ അറിയട്ടെ. നമുക്കറിയാം, ഏതൊരു ഫീൽഡിലെയും പോലെ നമ്മളുടെ കഴിവനുസരിച്ച് നമുക്ക് മുന്നോട്ട് വരുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടെ ഇവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങളിലും ഇവരുടെ ഹിഡനായിട്ടുള്ള ചില അജണ്ടകളും നമ്മളെ അടിച്ചേൽപ്പിക്കാനാണ് ഇവന്മാർ ശ്രമിക്കുന്നത്. ഇനി യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട. നിങ്ങൾ റെക്കോർഡിങ് തുടങ്ങുക. ഇവരുടെ എല്ലാ സംഭാഷണങ്ങളും ഇവരുടെ മെസ്സേജസും ഇതെല്ലാം നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ബാക്കപ്പായിട്ട് വെക്കുക. മാക്സിമം ഇവന്മാരെ ചൂണ്ടയിൽ കൊടുക്കുന്ന മീനെ പോലെ ഇവന്മാരെ നമുക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ടെന്നേ. സ്ത്രീകൾ ശക്തരായി വളരെ ചങ്കൂറ്റത്തോടെ ഇനി മുന്നോട്ട് വരികയാൻ പോവുകയാണ്. ഇനിയും തുടർന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് മറ്റേയുള്ള എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.